നമ്മൾ രാവിലത്തെ ഷോർട്സ് നോക്കിയതിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റി തിങ്ക് ചെയ്യുന്നതായിട്ടും മെസ്സേജസൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജസ് ആയിരുന്നു. അപ്പോൾ ഇവരുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും നെക്സ്റ്റ് ആക്ഷൻ ഉണ്ടാകുമോ അതോ തോട്ട്സ് മാത്രമാണോ എന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നിങ്ങളെ പ്രതി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കാർഡ്സ് ഞാൻ ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു കൺഫ്യൂസിങ് സിറ്റുവേഷനിൽ ക്രോസ് റോഡ്സിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഭയങ്കര സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് ഇവർ. എങ്ങനെ മുന്നോട്ട് പോകണമെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്തണം എന്ന് കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഫൈനൽ തീരുമാനം വരെ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ചിലർക്കെങ്കിലും കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ട് ചിലരെങ്കിലും. ഓക്കെ, കാരണം സിറ്റുവേഷൻസ് എങ്ങനെ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യണം, ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യണം, എടുത്തു ചാടിയൊന്നും തീരുമാനിക്കരുത്. കാരണം അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഒരു സൈഡിൽ. ഓക്കെ, അപ്പോൾ അതെല്ലാം ഡീൽ ചെയ്തിട്ട് വേണം നിങ്ങളുടെ കാര്യവും മാനേജ് ചെയ്യാനെന്ന് ഇവർ പ്രാക്ടിക്കലായിട്ട് ആലോചിക്കുന്നുണ്ട് കേട്ടോ. റെസ്പോൺസിബിലിറ്റീസാണ് ഞാൻ പറഞ്ഞില്ലേ, റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഇമ്പൾസീവ്നെസ്സിനെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്തണം എന്നുള്ള ആ ഒരു ഇമ്പൾസിനെ അവർ കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ചിലർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അവിടെ. ഓക്കെ, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അതാരും ആവാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാരൻസ് ആവാം, സ്പൗസ് ആവാം, ഓക്കെ, കരിയർ ആവാം, എന്തുമാവാം. ഇവിടെ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്ത് തന്നെ ആയാലും ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത് ഫുൾഫിൽ ചെയ്യണം. അതിനെ പറ്റിയിട്ട് ആലോചിക്കേണ്ട. ചിലരെങ്കിലും നിങ്ങളുമായിട്ടൊന്ന് മീറ്റപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. കിങ് ഓഫ് സ്വാർഡ്സ്. ചിലരെങ്കിലും ഈഗോ മൂലം ഒരു വഴക്കൊക്കെ ഇട്ട് കാണും. ഈഗോ മൂലം നിങ്ങളെ കാണാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും അതിനെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ കാണണം, സംസാരിക്കണം, ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈഗോ അവരെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ സോഷ്യൽ മീഡിയയൊക്കെ ഇവരെ നല്ലോണം സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. വാട്സാപ്പ് നോക്കുന്നുണ്ട്. ബ്ലോക്ക് ആയിരിക്കുന്നവർ പോലും ഇടയ്ക്കെങ്കിലും ബ്ലോക്ക് മാറ്റി നിങ്ങളുടെ ഫോട്ടോയൊക്കെ കാണുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വേറെ അബൌട്ട്സ്, നിങ്ങളുടെ അപ്ഡേറ്റ്സ്, DP എല്ലാം ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരാക്ഷൻ വരുന്നതായിട്ടും കാണുന്നുണ്ട്. കാരണം ഒരു ഹാപ്പി ഫേസിൽ എത്തുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് വോൺസ്. അതായത് ഒരു ബാലൻസിൽ നിങ്ങളുമായിട്ട് എത്തണം എന്നൊരു കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. അവിടെ ഈഗോ പ്രശ്നമായാലും പ്രാക്ടിക്കാലിറ്റി ആയാലും എല്ലാം അവരൊരു ഹീല് ചെയ്ത് നിങ്ങളുമായിട്ടൊരു ബാലൻസിൽ എത്തണമെന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് കേട്ടോ.